നോക്കൂ, ശബരിമലയിലെ നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി തന്നെ അതിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടു. ഇതിൽ കേസെടുത്തിരിക്കുകയാണ് വിജിലൻസിന്റെ പത്തനംതിട്ട യൂണിറ്റാണ് കേസെടുത്തത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 33 ദേവസ്വം ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും പ്രതികളാക്കിയാണ് കേസ്. 36.24 ലക്ഷം, അതായത് 36.4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, ഏത് കാലയളവിലാണ് ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് നടന്നിട്ടുള്ളത്? ഏതായാലും 33 ദേവസ്വം ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ഇവരെയൊക്കെ പ്രതികളാക്കിയാണ് കേസ്. ഈ ജീവനക്കാർ മാത്രമാണോ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? വിനീത, 2025 ഡിസംബർ മാസം മുതൽ ഈ വർഷം ജനുവരി വരെയുള്ള മകരവിളക്കിന് തൊട്ട് മുമ്പുള്ള സമയം വരെയുള്ള നെയ്യഭിഷേകത്തിലെ ഇത്തരത്തിലുള്ള നെയ്യ് വിൽപ്പനയിലെ ക്രമക്കേട് മാത്രം വരുന്നത് ഏകദേശം 22,65,500 രൂപയാണ്. അത് മൊത്തത്തിൽ ഏതൊക്കെ വർഷങ്ങളിൽ, അതായത് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ചെറിയൊരു തുക മാത്രമാണ്. കാരണം ഇതിന് വിൽപ്പന അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം 36,24,000 രൂപ എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിജിലൻസ് കമ്മീഷണർ മനോജ് എബ്രഹാമിന് ഈ രീതിയിൽ ക്രമക്കേടുണ്ട്, അത് ദേവസ്വം അക്കൗണ്ടിലേക്ക് കൃത്യമായി പണം എത്തുന്നില്ല, ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുക. ഇപ്പോഴിതാ വിജിലൻസിന്റെ പത്തനംതിട്ട യൂണിറ്റ് അതിൽ കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ തന്നെ സുനിൽകുമാർ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിലയിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്ന കണക്കുകൾ പ്രകാരം വലിയ കണക്കുകൾ, അതായത് ആദ്യം വന്ന കണക്കുകൾ 13,000 പാക്കറ്റ് നെയ്യ് വിൽപ്പന, അതായത് 100 മില്ലി ലിറ്റർ നെയ്യാണ്. ആ നെയ്യ്ക്ക് 100 രൂപയാണ് വില. അങ്ങനെ നെയ്യഭിഷേകം നടത്താൻ പറ്റാത്ത ഭക്തർക്ക് കൊടുക്കുന്ന പദ്ധതിയാണ് അത്. ഈ രീതിയിൽ 100 മില്ലി ലിറ്റർ 100 രൂപയ്ക്ക് എന്ന രീതിയിൽ അങ്ങനെ കൊടുക്കുന്ന നെയ്യ്, ആ നെയ്യ്ക്ക് പ്രത്യേക പദ്ധതി തുടങ്ങിയ ശേഷം പക്ഷേ അത് പിന്നീട് അത് 2 തരത്തിലാണ് പറ്റിക്കപ്പെടുന്നത്. ഇതിൽ ഈ രീതിയിൽ ക്രമക്കേട് വരുന്നത്. ഒന്ന്, അത് കമ്മീഷൻ അടിക്കുക, അതായത് മറ്റൊരു ഏജൻസി മുഖാന്തരം വിറ്റുകൊണ്ട് അത് കമ്മീഷൻ അടിച്ചുകൊണ്ട് ഇത്രയും പണം അക്കൗണ്ടിലേക്ക് എത്താത്ത തരത്തിലേക്ക് പണം കമ്മീഷൻ അടിക്കുന്ന ഏജൻസിക്ക് കിട്ടുന്ന രീതിയിലാണ്. മറ്റൊന്ന്, ഈ തുക മറ്റൊരു തരത്തിലേക്ക് വകയിരുത്തുക, ആ രീതിയിലേക്ക് വരുമ്പോഴും കൃത്യമായ തുക എത്തത്തില്ല. അങ്ങനെ കണക്കുകൾ പറയുമ്പോൾ ആദ്യത്തെ 13,000 പാക്കറ്റുകളാണെങ്കിൽ അത് 13 ലക്ഷം രൂപ വന്നു. പക്ഷേ പിന്നീട് വന്ന കണക്കുകൾ അനുസരിച്ച് 16,000 പാക്കറ്റുകളുടെ കണക്കുകൾ വന്നു. അങ്ങനെ ആകെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതാണ് 36 ലക്ഷം. അതിൽ 33 ജീവനക്കാരാണ്, ടെമ്പിൾ സ്പെഷ്യൽ ഓഫീസർമാർക്കാണ് അതിന്റെ ചുമതല. അവരാണ് ഇപ്പോൾ ഈ പ്രതിക്കൂട്ടിൽ കൃത്യവിലോപം കാണിച്ചതായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് അടുത്ത ദിവസം ഡിവിഷൻ ബെഞ്ചിൽ വിജിലൻസ് ഹാജരാക്കും. വിനീത വേണു. ശരി, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.